ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ബേസ് നിൽക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കുള്ളിൽ, അതായത് പിക്സാക്സ് എന്നറിയപ്പെടുന്ന ഗ്രാനൈറ്റ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്താണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതത്തെ പൂർണ്ണമായും തകർക്കാനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ അത് തകർക്കാനാകുമോ? അമേരിക്കയുടെ B2 സ്പിരിറ്റ് ആണെങ്കിലും B1 ഒക്കെ ഉപയോഗിച്ച് അതിശക്തമായ കൂടുതൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഭാരം കൂടിയ മിസൈലുകൾ ഉപയോഗിച്ച്, പെനട്രേറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഈ പാറ തകർക്കാനാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ GB-57 എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ അമേരിക്കയുടെ പെനട്രേറ്റ് മിസൈൽ, ബങ്കർ ബസ്റ്റർ മിസൈൽ, ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പർവ്വതം തകർക്കുക എന്നതാണ് ഇപ്പോൾ ഇറാന്റെ മുന്നിലുള്ള, അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും പ്രതികരിക്കുന്നു. എന്നാൽ ഈ പ്രകൃതിപരമായ പാറകൾ എത്ര മീറ്റർ തുളച്ചു കയറാൻ അമേരിക്കയുടെ ഈ മിസൈലുകൾക്ക് സാധിക്കും? നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാൽ തന്നെ എത്രമാത്രം അത് സാധ്യമാണ് എന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻറിച്ച്ഡ് ആയിട്ടുള്ള 450 കിലോഗ്രാം വരുന്ന യുറേനിയം ഈ പർവ്വതത്തിനടിയിലാണ്. അതുപോലെ തന്നെ ആണവ റിയാക്ടറുകളിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ആവശ്യമായ പല സംവിധാനങ്ങളും ഇപ്പോൾ ഇറാൻ ഈ ഒരു പിക്സാക്സ് എന്നറിയപ്പെടുന്ന മലയുടെ താഴെയുള്ള ഈ ഒരു ബേസിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം അമേരിക്കക്ക് ലഭിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നത്. അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായിരിക്കണം ആദ്യമായി B1 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ റാഫോർഡ് എന്നറിയപ്പെടുന്ന UK-യിലുള്ള അമേരിക്കയുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആക്രമണം നടത്താൻ അമേരിക്കക്ക് സാധ്യമാണോ? യഥാർത്ഥത്തിൽ ഇവിടെ സംശയം നിലനിൽക്കുകയാണ്. ഈ പർവ്വതം പൂർണ്ണമായി തകർക്കുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. കാരണം നൂറുകണക്കിന് മീറ്ററുകൾ പാറകൾക്കടിയിലാണ് ഈ ഇറാന്റെ ഈ സംവിധാനങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ അതിന്റെ കവാടങ്ങൾ തകർക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ഈ യുറേനിയമോ അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ച സംവിധാനങ്ങളോ തകർക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഏക പരിഹാരമുള്ളത് ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തി ഇതിന് ഉള്ളിലേക്ക് ആക്രമണം നടത്തുക എന്നതാണ്. പക്ഷേ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിക്കുക എന്നത് അമേരിക്കക്ക് മുന്നിൽ ഒരു ആത്മഹത്യാപരമായ നീക്കമായി അവർ കാണുന്നു. അങ്ങനെ ഒരു സൈന്യം ഇറാന്റെ ടെറിറ്ററിയിൽ ഇറങ്ങിയാൽ അവർക്ക് തിരിച്ചു പോരാൻ കഴിയുമോ? അവരെ ഇറാൻ വളഞ്ഞു പിടിക്കുമോ? അവരെ കൊന്നുകളയുമോ? ഇത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അടിയന്തരമായ ഒരു ടെസ്റ്റ് ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ട്രംപ് അന്ന് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ. പക്ഷെ ആ യുദ്ധത്തിൽ പോലും അവരുടെ യുദ്ധവിമാനങ്ങൾ പോലും തിരിച്ചു കൊണ്ടുപോകാനാകാതെ അത് കത്തിച്ച് കളഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അമേരിക്കൻ സൈനികർ. അത്തരത്തിലുള്ള ഒരു നീക്കം ഇറാനിൽ നടത്തുക എന്നത് ശ്രമകരമായ കാര്യമാണ്. അത് ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല, പക്ഷെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ സാധ്യമായ ഒരു ഓപ്ഷനാണ് അമേരിക്ക തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇത് സാധ്യമാവുമോ എന്നത് കൂടുതൽ ആശങ്കകൾക്ക് വിധേയമാണ്, കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. കാരണം ഒരു മല പൂർണ്ണമായി എത്ര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ തന്നെ അത് പൂർണ്ണമായി തകർക്കുക, അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു ലക്ഷ്യം, അമേരിക്കയുടെ ലക്ഷ്യത്തിലേക്ക്, ഇറാന്റെ മലക്ക് താഴെയുള്ള ഈ ബേസിലേക്ക് അത് എത്തിക്കുക എന്നത് സാധ്യമാണോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ അമേരിക്കക്ക് മുന്നിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത.